സ്വീഡനിലെ ഏറ്റവും പഴയ ഒരു ദേവാലയമായിരുന്ന കിരുന്നപ്പള്ളി ദേവാലയം കഴിഞ്ഞ ദിവസം വാർത്തയിൽ ഇടം നേടി. 1912 പണി കഴിപ്പിച്ച ഈ ദേവാലയത്തിന് ഏകദേശം 700 ടൺ ഭാരമുണ്ട്. എങ്ങനെയാണ് ഇടം നേടിയെന്ന് ചോദിച്ചാൽ, ഈ ചർച്ചിനെ അടുത്ത 5 കിലോമീറ്റർ ദൂരത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തീരുമാനിച്ചു. ഇത്രയും ഭാരമുള്ള, ഇത്രയും പഴക്കമുള്ള ഒരു പള്ളിയെ ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുക, അത് നീണ്ട ഒരു പ്രയത്നമായിരുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായി ഇതിനു വേണ്ടി പദ്ധതി പ്ലാൻ ചെയ്ത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 19, 20 തീയതികളിൽ ഈ പള്ളിക്ക് വീലുകൾ പിടിപ്പിച്ച് അത് വ്യത്യസ്തമായ രീതിയിൽ പ്ലാൻ ചെയ്ത് അതിനെ ഒരു വണ്ടിയിൽ കൊണ്ടുപോകുന്നതിന് സമാനമായി 5 കിലോമീറ്റർ ദൂരത്തേക്ക് കൊണ്ടുവന്ന് ഇത് സ്ഥാപിച്ചു. ഓക്കെ, വലിയ പ്ലാനിങ്ങും ഒത്തിരിയേറെ ചെലവും ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വളരെ ദൈർഘ്യമേറിയ, ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. ഇത്രയും പഴക്കമുള്ള ദേവാലയത്തിന് കേടുപാട് കൂടാതെ ഒരു സ്ഥലത്തു നിന്ന് 5 കിലോമീറ്റർ ദൂരത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തു. എന്താണ് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠമെന്ന് ചോദിച്ചാൽ, പരിശ്രമിച്ചാൽ എന്തിനേയും വശത്താക്കിടാം. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് മാറ്റാനും നീക്കാനുമായി കഴിയാത്തത് ഒന്നുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ പിടിച്ചിരിക്കുന്ന ചില ശീലങ്ങൾ, ചില സ്വഭാവങ്ങൾ, ഒരുപക്ഷെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന ചില സ്വഭാവങ്ങൾ കാണും. ചിലർ പറയും കോപം, ദേഷ്യം, എൻ്റെ അപ്പച്ചനും അപ്പനും ഒക്കെ വലിയ ദേഷ്യക്കാരാണ്, അതുകൊണ്ട് എനിക്ക് മാറ്റാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള മാറ്റാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്നതിനെ പോലും മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ. ഇന്ന് നിങ്ങൾക്ക് തരുന്നൊരു ചിന്ത ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ കഴിയത്തില്ലെന്നും ഒക്കെ ചിന്തിക്കുന്ന പല സ്വഭാവങ്ങളും പല വൈകല്യങ്ങളും ഒക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. എപ്പോഴാണെന്നറിയാമോ? നമ്മളതിനു വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മുടെ ബേസിക്കായിട്ടുള്ള സ്വഭാവത്തെ മാറ്റുക എന്നുള്ളതാണ്. മോശ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ വലിയ പ്രവാചകൻ അല്ലെങ്കിൽ വലിയ നേതാവായിരുന്നു മോശ. മോശയുടെ ഏറ്റവും വലിയ സ്വഭാവം ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ ആയിരുന്നു. എന്നാൽ ഈ മോശയെപ്പോലും മാറ്റി രൂപാന്തരപ്പെടുത്താൻ കഴിഞ്ഞത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാണ്. ദൈവം തൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചപ്പോൾ സൗമ്യനായ മോശയാക്കി തന്നെ മാറ്റുകയാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില എടുത്തുചാട്ടങ്ങൾ, അരുതാത്ത സംസാരങ്ങൾ, ദേഷ്യങ്ങൾ, പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റി മൂടോടെടുത്ത് മാറ്റിക്കളയാൻ നമുക്ക് തീരുമാനിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും അത് സാധിക്കും. ഒറ്റ ദിവസം കൊണ്ടായിരിക്കത്തില്ല. അല്പം പരിശ്രമം വേണം, അല്പം ക്ഷമ വേണം. ഒന്ന് തെറ്റിപ്പോയാൽ വീണ്ടും പരിശ്രമിക്കണം. അപ്രകാരം ഇതിനെ എടുത്തു മാറ്റാൻ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു മാറ്റാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന ഏതിനെയും എടുത്തു മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. എപ്പോൾ നിങ്ങൾ ഒരു പരിശ്രമം, ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുമ്പോൾ. കർത്താവ് നിങ്ങൾക്ക് അതിനുള്ള കൃപയും ബലവും തരും. പരിശുദ്ധാത്മ നിങ്ങൾക്ക് അതിനുള്ള ശക്തി തരും. അതുകൊണ്ട് തന്നെ പറയണം, ഇങ്ങനെയുള്ള ചിലതിനെ ഞാൻ എടുത്തു കളയാൻ പോവുക. ആവശ്യമില്ലാത്ത ചില സ്വഭാവം, ഇടപാടുകൾ എല്ലാം എടുത്തു മാറ്റാനുള്ള തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാകട്ടെ. അതിന് ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.